90 Plus India's first animated live tuition. Sir, and yes. Okay, so everyone, hi, quickly turn your cameras on. Ellarum pettana camera ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. നമുക്ക് എത്ര പിള്ളേരാ? ശ്രീനിധി ഉണ്ട്, ജസ്ലിൻ ഉണ്ട്, ദിയ ഉണ്ട്, പിന്നെ ആരൊക്കെയാ സർ? അലൻ ഉണ്ട്, ആൻമോൾ, then അക്ഷത്, സിയാന, നിരഞ്ജന, then ലുബീന. യെസ്. സോ ഇവരെല്ലാവരും ക്യാമറ ഒന്ന് ക്വിക്ക് ആയിട്ട് ഒന്ന് ഓൺ ചെയ്തേ നോക്കട്ടെ. ഒന്നാമതേ നമ്മൾ ഓൺലൈൻ ക്ലാസ്സാ. സോ ക്യാമറ ഓൺ ചെയ്താലല്ലേ മിസ്സിന് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മിസ് കുറെ ക്യാമറോസ് ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കുന്ന പോലെയോ. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ഇരിക്കുന്ന ആളാരാ സർ? ആരാ? അജ്വിൻ. സോ അജ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സർ. അജ്വിനെ ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ കൂട്ടാ. ഹായ് അജ്വിൻ. അജ്വിൻ. യെസ് യെസ് യെസ്. മഴയൊക്കെ പെയ്ത് തുറന്നിരിക്കുകയാണ് ഇപ്പോ. അതെന്ത് മഴ പെയ്തോ? മഴ പെയ്തില്ലേ? എന്നാ കുറച്ച് മഴ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തരട്ടെ. ഇവിടെ ഭയങ്കര മഴ. ഓക്കെ. സ്കൂളൊക്കെ എങ്ങനെ ഉണ്ടായിട്ടോ അന്ന്? കുഴപ്പമില്ല. ഓക്കെ. സ്കൂളിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാ അജ്വിൻ? മാത്സ്. അമ്പട കേമ, മാത്സ് ആണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. സോ മിസ് ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കാൻ വന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അറിയോ? ഇല്ല. പക്ഷെ മിസ്സിന്റെ പേര് എന്താണെന്നറിയോ? മിസ്സിന്റെ പേര് മഹിമ. ഓക്കെ. Alright. So, yes. So, Mahima Shahjahan നമ്മുടെ ഹെഡിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ബ്രാക്കറ്റിൽ കെമിസ്ട്രി ടീച്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? എല്ലാവരും കണ്ടോ അത്? യെസ്. സോ കുറെ പേര് ആലോചിക്കുന്നുണ്ടാവും, കെമിസ്ട്രിയോ, ഞങ്ങൾ അങ്ങനെ ഒരു സബ്ജക്റ്റേ പഠിക്കുന്നില്ല എന്ന്. പക്ഷേ നിങ്ങൾ ബേസിക് സയൻസ് പഠിക്കുന്നുണ്ടാവും ഇല്ലേ? നിങ്ങളുടെ സ്കൂളിൽ ബേസിക് സയൻസ് ഇല്ലേ? ഉണ്ട്. യെസ്. എല്ലാവർക്കും ബേസിക് സയൻസ് ഇഷ്ടമാണോ അജ്വിനെ? അടിപൊളി, മിടുക്കൻ. യെസ്. ഇനി മ്യൂട്ട് ചെയ്തോട്ടോ. സോ അജ്വിന് ബേസിക് സയൻസ് ഭയങ്കര ഇഷ്ടം. ഇനി സിയാന എവിടെ സർ? സിയാന തേർഡ് റോ സെക്കൻഡ് വൺ. സിയാന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മിസ് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. സിയാനക്ക് ബേസിക് സയൻസ് ഇഷ്ടമാണോ? അയ്യോ, എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ സിയാന? കേൾക്കുന്നുണ്ട്. ഓക്കെ. ബേസിക് സയൻസ് ഇഷ്ടാണോ സിയാന? ഇഷ്ടവാ. ഓക്കെ. സോ മിസ് എടുക്കാൻ പോകുന്നത് ബേസിക് സയൻസ് ആട്ടോ. ഓക്കെ. സോ എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കണം. കാരണം എന്താ, നമ്മൾ ഇന്ന് ഫുൾ സ്റ്റോറീസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ബേസിക് സയൻസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹെഡിങ് ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ? യെസ്. സോ ഈ ബേസിക് സയൻസിനെ നമ്മൾ വലിയൊരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാം. സയൻസ് എന്ന് പറയുന്ന വലിയ ഫാമിലി ഉണ്ട്. ഈ സയൻസിന് 3 മക്കളുണ്ട്. എത്ര മക്കളുള്ളത്? 3 മക്കൾ. ആദ്യത്തെ ആൾ എങ്ങനെയാണെന്നറിയോ? ഭയങ്കര സീരിയസ് ആ. ഫുൾ റൂൾസും കാൽക്കുലേഷൻസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആള്. ഓക്കെ. അപ്പൊ അതിന് സയൻസ് പേരിട്ടു ഫിസിക്സ് എന്ന്. എന്താ? ഫിസിക്സ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നേച്ചറിന് ഇഷ്ടമുള്ള ഒരാളാ. ഓക്കെ. പ്രകൃതിനെ ഇഷ്ട, പ്ലാന്റ്സിനെ ഇഷ്ട, ആനിമൽസിനെ ഇഷ്ട, എല്ലാവരും ഇഷ്ട. അയാള് സയൻസ് പേരിട്ടു ബയോളജി. ഓക്കെ. ബയോളജി. ആൻഡ് ഏറ്റവും മൂന്നാമത്തെ ആള് ഭയങ്കര കുസൃതിക്കാരി. ഓക്കെ. ഭയങ്കര കുസൃതി. സെക്കൻഡ് റോ സെക്കൻഡ് വൺ ആരാ? വൈഗ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വൈഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ എവിടെ ഒന്ന് ഇരിക്കും, ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കിട്ടിയോ വൈഗ ഒരു സ്ഥലം? ഇല്ല മിസ്, ഇതുവരെ കിട്ടിയില്ല. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് ഇരുന്നേ. എനിക്ക് കാല് കടയുള്ളൂ വൈഗ നടക്കണത് കണ്ടിട്ട്. എവിടെയെങ്കിലും തൽക്കാലം ഒന്ന് ഇരുന്നു. ഓക്കെ. വൈഗയുടെ വീട്ടില് ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി ആരെങ്കിലും ഉണ്ടോ? വൈഗ ഒറ്റ മോളാ?
ഷേടാ, അപ്പൊ ഞാൻ ചൂസ് ചെയ്ത ആള് തെറ്റിപ്പോയി തോന്നുന്നു. സാരമില്ല. വൈകിയുടെ അടുത്ത് അമ്മ അച്ഛൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ ചോദിക്കാൻ വന്നിരുന്നത് വൈകിക്ക് എങ്ങനെ കുറുമ്പുണ്ടോ കുറുമ്പില്ലേന്നായിരുന്നു. വൈകി തന്നെ പറഞ്ഞ വൈകി എങ്ങനെ നല്ല കുറുമ്പൊന്നും ഇല്ലാത്ത കുട്ടിയാണോ അതോ കുറുമ്പുള്ള കുട്ടിയാണോ? ഒരു സെൽഫ് അനാലിസിസ് നടത്തിക്കോ. ആ, ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് കുറുമ്പൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. ഓക്കെ വൈഗ, യെസ്, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ സർ. വൈഗയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാരാ? മുഹമ്മദ് മെഹ്റാസ്. മുഹമ്മദേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൂട്ടാ. അവിടെ ഇല്ലേ മുഹമ്മദ്? സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ദർശൻ എവിടെ? ദർശൻ സർ, ദർശൻ, സോറി ദർശൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ദർശൻ, ആ വെരി ഗുഡ്. ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടാവും മിസ്, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തേ ദർശൻ. അപ്പൊ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും ദർശന്. ദർശനെ ഒരു റിക്വസ്റ്റ് വന്നല്ലോ, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യ്. ആ റിക്വസ്റ്റിൽ അമർത്തു കൂട്ടാ. ആ ദർശൻ, ദർശൻ അനിയൻ അനിയത്തി ചേട്ടൻ ചേച്ചി ആരെങ്കിലും ഉണ്ടോ? ആരാ? അനിയൻ. അനിയന്റെ പേരെന്താ ദർശൻ? അശ്വജിത്ത്. അപ്പൊ അശ്വജിത്തിനാണോ ദർശനാണോ ഏറ്റവും കൂടുതൽ കുറുമ്പ്? അശ്വജിത്ത്. ദർശൻ പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. അമ്മ അടുത്തുണ്ടോ? അച്ഛൻ അടുത്തുണ്ടോ? ആരും അടുത്തില്ലേ? ശരി, അതിപ്പോ ആരോടെ ചോദിക്കാം. പോട്ടെ, തൽക്കാലം ഇപ്പൊ ഞാൻ ദർശൻ പറയുന്നത് വിശ്വസിക്കുന്നു. അശ്വജിത്തിന് ഭയങ്കര കുറുമ്പ. അപ്പൊ നമ്മുടെ അശ്വജിത്തിനെ പോലത്തെ ഒരാളാണ് ആര്? നമ്മുടെ സയൻസിന്റെ മൂന്നാമത്തെ ആള്. ഓക്കെ, ഭയങ്കര കുറുമ്പി. ഓക്കെ, വെറുതെ ഇടുന്നു. ഒരു സാധനം എടുത്തിട്ട് മറ്റേലേക്ക് ഇടുന്നു, മറ്റേ സാധനം എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നു. ഫുൾ സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പൊ സയൻസ് അതിനെ പേരിട്ട് വിളിച്ചു കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി. സോ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഇങ്ങനെ 3 സബ്ജക്ട് കൂടി ചേർന്നതാണ് നമ്മുടെ ബേസിക് സയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരൊറ്റ ഹെഡിങ്ങേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഉള്ളിൽ മനസ്സിലാക്കണം, ഇങ്ങനെ 3 ഡിഫറൻസിയേഷൻ ഉണ്ട്. ഓക്കെ, യെസ്. സോ നമ്മൾ ബേസിക് സയൻസ് പഠിക്കാൻ പോവാ. ബേസിക് സയൻസ് പഠിക്കുന്നതിന് മുന്നേ എന്തിനാ നമ്മൾ ബേസിക് സയൻസ് പഠിക്കണേന്ന് അറിയണ്ടേ? അതിന്റെ ഇമ്പോർട്ടൻസ് അറിയണ്ടേ? അപ്പോ നമ്മൾ പോവാണ് ഒരു സ്റ്റോറിയിലേക്ക്, ഒരു കഥയിലേക്ക് പോവാട്ടോ. സോ ഈ കഥയില് ഒരു നായകനുണ്ട്. ആ നായകന് നിങ്ങളുടെ സെയിം ഏജാ, നിങ്ങളുടെ അതേ പ്രായം. ഓക്കെ, യെസ്. അപ്പൊ സർ, സെക്കൻഡ് റോസ് തേർഡ് വൺ ആരാ? നിതിൽ. നിതിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിതിൽ, ആ നിതിൽ കുട്ടാ ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്നേ. മിസ് ഒരു സ്റ്റോറി പറയാൻ പോവാ. ഓക്കെ, സോ നിതിൽ, മിസ്സിന്റെ കുട്ടാ മിസ്സിന്റെ സ്റ്റോറിയിലുണ്ടല്ലോ ഒരു നിതിലിന്റെ സെയിം ഏജിലുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഇടാൻ മിസ്സിന് ഒരു പേര് വേണം. നിതിൽ ഒരു പേര് പറഞ്ഞേ, ഒരു പേര് സജസ്റ്റ് ചെയ്തേ. ഏതെങ്കിലും ഒരു ബോയ്ക്ക് ഇടാൻ പറ്റിയ ഒരു പേര്. ബെൻ. ഹായ്, നന്നായി, എനിക്ക് പറയാനും എളുപ്പം. ബെൻ. ഓക്കെ, യെസ്. സോ വെൽക്കം ടു ദി സെഷൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ കേട്ടോ. ഇനി മിസ് കഥ തുടങ്ങാൻ പോവാ. ഇതെല്ലാരും കേട്ടോ, ഞാൻ കഥയുടെ അടുത്ത് ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ഓക്കെ, സോ ബെൻ, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് ബെൻ. പക്ഷെ കഥ തുടങ്ങുന്നതിന് മുന്നേ അവിടെ ഹാൻഡ് റൈസ് വന്നിരിക്കുന്നു. സർ, ഹാൻഡ് റൈസ് പോയിരിക്കുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഋതിക, എന്ത് പറ്റി? ഹാൻഡ് റൈസ് അറിയാതെ വന്നതാണോ? ഓക്കെ, സോ ബെൻ എന്ന് പറയുന്ന കുട്ടിക്ക് സ്കൂളില് ഫുൾ എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ബെൻ ഇങ്ങനെ പഠിച്ച് അവസാനം വയ്യാതെയായി. അപ്പൊ ബെൻ പറയാ, ഓഫ് ഇനി എനിക്ക് വയ്യ പഠിക്കാൻ, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. അപ്പൊ എവിടെ പോയി റെസ്റ്റ് ചെയ്യുന്ന ആലോചിച്ചപ്പോ ബെന്നിനൊരു സ്ഥലം ഓർമ്മ വന്നു. ബെൻ ഓർത്തു, എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു പോയാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ, ആ ഗാർഡന്റെ ഒത്ത നടുക്ക് ഒരു വലിയ ആപ്പിൾ മരം ഉണ്ട്. എന്ത് മരം? ആപ്പിൾ മരം. അപ്പൊ വിചാരിച്ചു, ആ ആപ്പിൾ മരത്തിന്റെ അടിയിൽ പോയിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്താലോ എന്ന്. ഓക്കെ, അങ്ങനെ ബെന്ന് ആ ആപ്പിൾ മരത്തിന്റെ അടിയിൽ പോയിരുന്നു. ബെൻ അറിയാതെ തന്നെ ബെൻ ഉറങ്ങിപ്പോയി. ഓക്കെ, അപ്പണ്ടടാ വലിയ ഒരു ആപ്പിൾ നേരെ ബെന്നിന്റെ തലയിലേക്ക് ഒരൊറ്റ വീഴ്ച.
ഓക്കെ. അപ്പൊ ആ ഫോഴ്സ്, ആ ആപ്പിൾ വന്ന് വീണ ആ ഫോഴ്സില് ബെൻ ഞെട്ടിണീറ്റു. ഓക്കെ, നല്ല വേദന എടുത്തു. അപ്പൊ എന്നിട്ട് ബെന്ന് പറയാ, പക്ഷെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇത് അതിനും സമ്മതിക്കണില്ലല്ലോ. പിന്നെ ബെന്നിന് അവിടെ ഇരിക്കാൻ പേടിയായി, ഇനിയും ആപ്പിൾ ഓരോന്നായിട്ട് തലേ വന്ന് വീണാലോ എന്ന് ടെൻഷൻ. അപ്പൊ ബെൻ വിചാരിക്കും, എന്നാ ശരി വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് വിചാരിക്കും. അങ്ങനെ ബെൻ കുറച്ചധികം നടക്കാറുണ്ട് കേട്ടോ ബെന്നിന്റെ വീട്ടിലേക്ക്. അതാണെങ്കിലും ഭയങ്കര ഒരു ഉച്ച സമയം, നല്ല വെയില്. അങ്ങനെ പാവം ബെൻ വിഷമത്തോടെ വെയിലത്ത് നടന്ന് നടന്ന് ക്ഷീണിച്ച് വീട്ടിലെത്തും. ഓക്കെ സർ, സെക്കൻഡ് റോ, തേർഡ്, ഫോർത്ത് വൺ ആരാ? മർവ. മർവ ഈ ബെന്നിന്റെ സ്ഥാനത്ത് മർവയാണെന്ന് വിചാരിക്കേ. മർവ ഇങ്ങനെ നടന്ന ആ വെയിലത്ത് നടന്ന് 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 ഭയങ്കര ചൂട്, ഭയങ്കര ക്ഷീണം. വീട്ടിലെത്തിക്കഴിഞ്ഞ ആദ്യം മർവ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? മർവ ചേട്ടാ ഫ്രഷ് ആവാനുള്ളൊരിതൊക്കെ ഉണ്ടോ? ഭയങ്കര ചൂട്, ഭയങ്കര ദാഹം, എങ്ങനെങ്കിലും ഒന്ന് ആ ദാഹം ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട് മർവ എന്തായിരിക്കും ചെയ്യാ? ആ ചൂടത്ത് ഒന്ന് തണുപ്പിക്കാൻ ഫ്രഷ് ആവും. ഓക്കെ, ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യാ മർവ? സർ ഒരു പ്രാവശ്യം കൊടുന്ന് റിക്വസ്റ്റ് കൊടുക്കോ? ആ പറ മർവ. പിന്നല്ല, തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കുകയല്ലേ? യെസ്, നമ്മുടെ ബെന്നും അത് തന്നെ ചെയ്തു. ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്നു. എന്തിനാ? തണുത്ത വെള്ളം എടുക്കാൻ. പക്ഷേ ഇപ്പൊ മാങ്ങ സീസൺ ആണല്ലോ. ഓക്കെ, ഇപ്പൊ എല്ലായിടത്തും നല്ല പഴുത്ത മാങ്ങയൊക്കെ ഇഷ്ടമാതിരി ഉണ്ടല്ലേ. സോ ബെന്നെ ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നപ്പോണ്ടാ നല്ല തണുത്ത മാംഗോ ജ്യൂസ് അവിടെ ഇരിക്കുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, മാംഗോ ജ്യൂസ് എടുത്തു, കുടിച്ചു. ഓക്കെ, പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ബെൻ ഉദ്ദേശിച്ച തണുപ്പ് ആ മാംഗോ ജ്യൂസിന് ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ തണുപ്പ് ഒന്ന് കൂട്ടണം. തണുപ്പ് കൂട്ടാൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? സർ റാൻഡം ആയിട്ട് ഒരാളെ വിളിച്ചു, വിളിക്കാത്ത ഒരാളെ. ശ്രീരാഗ്. ശ്രീരാഗ്, ആ മാംഗോ ജ്യൂസിന്റെ തണുപ്പ് കൂട്ടാൻ എന്തായിരിക്കും ബെൻ ചെയ്തിട്ടുണ്ടാവുക? ശ്രീരാഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? ശ്രീരാഗ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇപ്പൊ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, ഒന്ന് ആക്സെപ്റ്റ് ചെയ്യും. സർ നെക്സ്റ്റ് ആൻഡ്രിയ. പറ ആൻഡ്രിയ. ആൻഡ്രിയ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ തണുപ്പ് കൂട്ടാൻ എന്തായിരിക്കും ചെയ്യാ ആൻഡ്രിയ? ക്യാമറ ഒന്ന് ഓൺ ചെയ്യണേ. ആൻഡ്രിയ, ആ യെസ്, ആ ജ്യൂസിന്റെ തണുപ്പ് കൂട്ടാൻ ആൻഡ്രിയ എന്ത് ചെയ്യും? ഫ്രീസറിൽ വെച്ച് വെയിറ്റ് ചെയ്യണം, സമയമില്ല, എനിക്ക് പെട്ടെന്ന് തണുപ്പ് കൂടണം. അപ്പോഴോ? മിടുക്കി, ഐസ് ഇടും. അപ്പൊ ബെൻ എന്ത് ചെയ്തു അറിയോ? ബെന്നെ ഫ്രീസറിന്ന് ഒരു ഐസ് ക്യൂബ് എടുക്കും. ഓക്കെ, ഐസ് ക്യൂബ് എടുത്തിട്ട് ജ്യൂസിലേക്ക് ഇടാ നിക്കണ സമയത്ത് ബെന്നിന്റെ ഫോൺ ബെല്ലടിച്ചു. ഓക്കെ, ബെന്നിന്റെ ഫോൺ ബെല്ലടിച്ചപ്പോ ബെന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ വിളിച്ചത്. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനോട് എന്ത് ചെയ്തു? ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മുടെ തലയിൽ ആപ്പിൾ വീണ സ്റ്റോറി ഒക്കെ പറഞ്ഞു. ഓക്കെ, ആ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ എടുത്ത ഐസ് ക്യൂബ് ആ ടേബിളിൽ വെച്ചിട്ടാ ബെന്ന് പോയത് കേട്ടോ. ബെന്ന് ഫോണിൽ സംസാരിച്ച് തിരിച്ചു കഴിഞ്ഞ് വന്നപ്പോ ഉണ്ട് ഐസ് ഉരുക്കി വെള്ളമായി പോയി. ഐസ് ഉരുക്കി വെള്ളമായി പോയി. ഇനിയിപ്പോ ഈ വെള്ളം എടുത്തിട്ട് തിരിച്ച് നമുക്ക് ആ ജ്യൂസിൽ ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ബെൻ എന്താ ചെയ്തേന്ന് അറിയോ? ബെൻ ഈ വെള്ളം എടുത്തിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു. ഓക്കെ, സോ ഇത് ബെൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, ഈ സ്റ്റോറി എവിടുന്ന് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്തത് ബെന്നിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് അല്ലേ? യെസ്, ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ തലയില് ആപ്പിൾ വീണപ്പോഴായിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു തുടങ്ങിയപ്പോ തലയിൽ ആപ്പിൾ വീണപ്പോൾ പകുതിയിലധികം പേര് ഇവിടെ ചിരിക്കണ്ടായിരുന്നു. എനിക്കറിയാം, ഈ സ്റ്റോറി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നൊക്കെ. യെസ്, സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഫേമസ് സയന്റിസ്റ്റ്, ആളുടെ തലയിൽ ആപ്പിൾ വീണപ്പോ. യെസ്, ആ സയന്റിസ്റ്റിന്റെ പേര് അറിയാന്നുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. ആർക്കൊക്കെ? അലൻ സർ പറയുന്നുണ്ട്, എനിക്കറിയാം. ഓക്കെ, സോ നമ്മുടെ ഹാൻഡ് റൈസിൽ നിന്നും ഒരാൾ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? ഫസ്റ്റ് ആരാ? നൈറ. ഹായ് നൈറ. നൈറ, ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. നൈറ, ആ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ കൂട്ടാ. റിക്വസ്റ്റ്. യെസ് നൈറ, ഏതാ സയന്റിസ്റ്റിന്റെ പേരെന്താ? ഐസക് ന്യൂട്ടൻ. മിടുക്കി. സർ ലുബീനെ എന്ന് വിളിച്ചേ. ലുബീന
ആൻസറും സെയിം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ സെക്കൻഡ് ഹാൻഡ് റൈസർ. പറ ലുബീന, ലുബീനയുടെ ആൻസർ അത് തന്നെ ആയിരുന്നോ? ലുബീനയ്ക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. ലുബീന ആയിരുന്നോ? സെയിം ആൻസർ ആയിരുന്നോ? യെസ് എന്ന് പറയുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ ഐസക് ന്യൂട്ടൻ ആലോചിക്കുന്നു, ഇതെന്തുകൊണ്ടാ സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് വീഴുന്നേ, താഴോട്ട് വീഴുന്നേ? ആ താഴേക്ക് വീഴുന്ന പോലെ തന്നെ മുകളിലോട്ട് പോവാത്ത എന്താ? കാരണം എന്താ? നമ്മുടെ ഭൂമിയിലോട് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം ഉള്ളതുകൊണ്ടാ. ആ ആകർഷണത്തിനെയാണ് അല്ലെങ്കിൽ ആ അട്രാക്ഷനെയാണ് ആള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പേരിട്ട് വിളിച്ചത്. ഓക്കെ, സോ ആപ്പിൾ താഴേക്ക് വീഴുക അതൊക്കെ വരുന്നത് ഫിസിക്സിലാണ്. ഓക്കെ, അതൊക്കെ ഫിസിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നോക്കിയേ, ഐസ് സോളിഡ് ആയിട്ടിരുന്ന ആള് അതിന്റെ രൂപം മാറി വെള്ളമായിട്ട് മാറി അല്ലേ? കണ്ടോ, രൂപം മാറുക, അതൊക്കെ കെമിസ്ട്രിയിൽ വരുന്നതാ. എവിടെ വരുന്നതാ? കെമിസ്ട്രി. പിന്നെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇതെല്ലാം ബയോളജിയിൽ വരുന്നതാ. കണ്ടോ, നമ്മുടെ ലൈഫിലെ ചെറിയൊരു ഇൻസിഡന്റ് എടുത്താൽ തന്നെ അവിടെ എന്ത് വന്നു? അവിടെ ബേസിക് സയൻസ് വന്നു. സോ ബേസിക് സയൻസ് ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് സയൻസിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റെഡി അല്ലേ എല്ലാവരും? കുറച്ച് ബേസിക് സയൻസ് ഒക്കെ പഠിക്കാൻ. ഓക്കെ, യെസ്, മിടുക്കന്മാരും മിടുക്കിയിടും. പക്ഷെ നമുക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നറിയോ? പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ബേസിക് സയൻസിനെ പറ്റി പഠിക്കണം. പക്ഷേ സയൻസിൽ ഉണ്ടല്ലോ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, അതിന് മോളില് കോമ്പൗണ്ട്സ് ഉണ്ട്. കോമ്പൗണ്ട്സ് വെച്ചാൽ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ട് ഇരുന്ന് ഇതിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഇരുന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? 10 ലക്ഷത്തിന് മീതെ ആൾക്കാരുണ്ട്. ഓരോരുത്തരും ഇരുന്ന് നമുക്ക് ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? ഇല്ല, അത് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ മിസ് ഒരു കാര്യം ചെയ്യാം. മിസ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടം അല്ലേ? ഷോപ്പിങ്ങിന് പോകാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. സർ ഒരാളെന്ന് വിളിച്ചേ, നമ്മൾ വിളിക്കാത്ത ഒരാളെ. ഋത്തിക എവിടെ സർ? ലാസ്റ്റ് റോ, സെക്കൻഡ് വൺ. ഋത്തിക ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഋത്തിക ഇപ്പോൾ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. ഋതിക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. ഋതികയ്ക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടാണോ? ഋത്തിക് ആണോ അത്? ഋത്തിക് ആണോ ഋത്തികായാണോ? ഋത്തിക്. ഋത്തിക് എ ആണോ ഇനീഷ്യൽ? ഞാനുണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് ഋത്തിക്, ബാക്കി ഇനീഷ്യലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഋതികയാണെന്ന്. എന്നിട്ട് ഞാൻ ഋതികാനെ വിളിച്ചു. അൺമ്യൂട്ട് ചെയ്തപ്പോ ഉണ്ട് ഒരു ബോയുടെ ശബ്ദം. ഓക്കെ, സോ ഋത്തിക്കിന് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങള് ഋത്തിക് മാത്രമല്ല, നിങ്ങളും ഒന്ന് ആലോചിക്കുക കേട്ടോ. സോ ഒരു ദിവസം ഋത്തിക് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഷോപ്പിങ്ങിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. ഋത്തിക്കിന് വേണ്ടത് എന്താ? ഋത്തിക്കിന് വേണ്ടത് ചോക്ലേറ്റാ. ഋത്തിക്കിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാ? ഏതാ? എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഒരു പേര് പറയാൻ പറഞ്ഞാൽ ഏത് പറയും ഋത്തിക്? ഡയറി മിൽക്ക്. ഡയറി മിൽക്ക്. ഓക്കെ, സോ ഋത്തിക്കിന് വേണ്ടത് ഡയറി മിൽക്ക്. അപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചോക്ലേറ്റ് ആ വേണ്ടെങ്കിൽ എല്ലാ ചോക്ലേറ്റ് ഇരിക്കുന്നത് ഒരു സ്ഥലത്താ അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ഇനിയിപ്പോ നമുക്ക് സോപ്പാ വേണ്ടതെങ്കിലോ സോപ്പ് എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടും. ഇനിയിപ്പോ മുളക് പൊടി വേണമെങ്കിലോ മുളക് പൊടി എല്ലാം വേറൊരു സ്ഥലത്തുണ്ടാവും. അങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. ഋത്തിക് എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടെ കൂട്ടിയിട്ടാ പോരെ? ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് സെക്ഷൻ ആക്കുന്ന എന്തിനാ? ഒന്ന് ആലോചിക്കേ, എല്ലാരും ആലോചിക്കുക. എന്തിനായിരിക്കും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇട്ടാ പോരെ? എന്തിനായിരിക്കും ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്? ഋത്തിക്കിന് അറിയില്ല? ആലോചിക്ക ഇല്ല. ഓക്കെ, സോ ഇതിന് ഒരു ഉത്തരം പറയാൻ ആഗ്രഹമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ്
അഡ്രസ് ചെയ്തേ. എന്തിനായിരിക്കും ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവുക? ആലോചിക്കും നിങ്ങള്. ആ ലുബീന ഒരു റിക്വസ്റ്റ് അയച്ചേ സർ. ലുബീന ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തേ. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു ലുബീനക്ക്. നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ആളാണ് സർ ഗോഡ്വിൻ. ആ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ ഗോഡ്വിൻ. ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. ഗോഡ്വിന് പറ്റുന്നില്ലേ? ശ്രീരാഗ് പറ. ശ്രീരാഗ് ശ്രീരാഗേ, എന്തിനായിരിക്കും അങ്ങനെ നമ്മൾ സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നേ സൂപ്പർ മാർക്കറ്റില്? പിന്നെ അല്ല, സാധനങ്ങൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് അല്ലേ, നമ്മുടെ ഷോപ്പിംഗ് എളുപ്പാക്കാൻ വേണ്ടിട്ട്. കണ്ടോ? അപ്പൊ നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് തിരിക്കുമ്പോ നമ്മുടെ ഷോപ്പിംഗ് എളുപ്പമായി അല്ലേ? നമുക്ക് കൊറേ കോമ്പൗണ്ട്സ് ഉണ്ട്, കൊറേ ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോ പണ്ടത്തെ കാലത്ത് ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, നമുക്ക് കുറെ ആളെ പഠിക്കാനുണ്ട്. ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ നമുക്ക് അങ്ങോട്ട് കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പൊ എന്താ, ആ ഗ്രൂപ്പുകളെ പറ്റി പഠിക്കുമ്പോ നമ്മുടെ പഠനം കുറെ എളുപ്പമാവും. ഓക്കെ, സോ ശ്രീരാഗ് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. സോ അതേപോലെ തന്നെ നമുക്ക് ആൾക്കാരെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു, നമ്മുടെ ബേസിക് സയൻസിലുള്ള ആൾക്കാരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ആരൊക്കെയായിട്ടാ തിരിച്ചത്? ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും സോൾട്ടുകളായിട്ടും. ഓക്കെ, ആസിഡ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ലോവർ ക്ലാസ്സസിലൊക്കെ ആസിഡ്, ബേസ്, സോൾട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാ? നമ്മൾ കാണാൻ പോകുന്നത് ആസിഡിനെ പറ്റി. ഓക്കെ sir, can you please attend this call? Okay, നമ്മൾ കാണാൻ പോകുന്നത് ആസിഡിനെ പറ്റി. ഓക്കെ, യെസ്. ഇനി സയന്റിസ്റ്റ് പറഞ്ഞു, ശരി നമുക്ക് ഇവരെ ഒരു ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെയായിരിക്കും നമ്മൾ അവരെ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കണ്ടേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ ഗ്രൂപ്പ് ആക്കണ്ടേ? ഓക്കെ, അപ്പൊ ആള് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേ? നമുക്ക് ആളെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതെന്താ സംഭവം? ഇതൊരു നാരങ്ങ. നിങ്ങൾ നാരങ്ങ പച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. ഓക്കെ, സോ നാരങ്ങയുടെ ടേസ്റ്റ് എന്താ? മധുരമാണോ, എരിവാണോ, പുളിയാണോ, കയ്പാണോ? എന്ത് തോന്നുന്നു നിങ്ങക്ക്? നാരങ്ങക്ക് ഭയങ്കര പുളിയാണല്ലേ? അല്ലേ, നാരങ്ങ ഭയങ്കര പുളിയല്ലേ? യെസ്, യെസ്, വെരി ഗുഡ്. സോ നാരങ്ങ ഭയങ്കര പുളിയാവാൻ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ഉള്ളില് എന്തുള്ളത് കൊണ്ടാ? ആസിഡ് ഉള്ളത് കൊണ്ടാ. ഓക്കെ, അതിൻ്റെ ഉള്ളില് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ആസിഡ് എന്ന് വെച്ചാൽ എന്താ? പുളിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ സർ, യു can you give the phone to Manoj sir and ask him to contact you? Yes, all right. അപ്പൊ നമുക്ക് എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് ഒന്ന് തുറന്നേ. നോട്ട്ബുക്ക് തുറന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ഹെഡിങ് കൊടുത്തോ, ആസിഡ്സ്. ഓക്കെ, എന്നിട്ട് ആസിഡിന്റെ ഡെഫിനിഷൻ എഴുതുക. കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സവർ ടേസ്റ്റ്. സവർ എന്ന് വെച്ചാൽ എന്താ? പുളി. ഭയങ്കര പുളിയാണെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? ആസിഡ് എന്ന് വിളിക്കാം. സിമ്പിൾ, അതാണ് ആസിഡ്, അത്രേ ഉള്ളൂ. പുളിയുള്ള ആൾക്കാരെ ഒക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആസിഡ് എന്ന് വിളിക്കും. എഴുതിക്കോ. കെമിക്കൽ സബ്സ്റ്റൻസസ് which have a sour taste. പുളിയുള്ള ടേസ്റ്റ് ഉള്ള എല്ലാവരെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ആസിഡ്സ് എന്ന് വിളിക്കും. ആസിഡ്സ്. ഓക്കെ സർ, നമ്മൾ വിളിക്കാത്ത ഒരാളെന്ന് വിളിക്കാമോ? നിരഞ്ജന.
അൺമ്യൂട്ട് ചെയ്തേ നിരഞ്ജന. മിസ് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. യെസ്, ആ മിടുക്കി. നിരഞ്ജന മിസ്സിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ? ലെമൺ, നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയാ അല്ലേ? ആ, അതെന്തുകൊണ്ടാ? അതിന്റെ ഉള്ളില് ആസിഡ് ഉള്ളതുകൊണ്ടാ. അപ്പൊ ആസിഡ് എന്താന്ന് മനസ്സിലായോ? യെസ്. എന്താണ് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അതിന് ഭയങ്കര സവർ ടേസ്റ്റ്, പുളിയാണെങ്കിൽ അതെന്താണ്? അത് ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, മിടുക്കി. ഇനി നമ്മള് മിസ് അടുത്തൊരു സ്ലൈഡ് കാണിച്ചു തരാം, അത് ആദ്യം നിങ്ങൾ എഴുതും, അത് കഴിഞ്ഞിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് ആസിഡിലേക്ക്. വി ഹാവ് 2 ടൈപ്സ് ഓഫ് ആസിഡ്സ്. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതിക്കോ, ടൈപ്സ് ഓഫ് ആസിഡ്. ഫസ്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 2 ആരോ മാർക്ക് കൊടുത്തിട്ട് എഴുതിക്കോ. ഓർഗാനിക് ആസിഡ്സും ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡ്സും ഉണ്ട്. ഫസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, എഴുതി കഴിഞ്ഞിട്ട് മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താന്ന് കേട്ടോ. ഓർഗാനിക് ആസിഡ്സും ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡ്സും ഉണ്ട്. ആ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്നേ. മിസ്സിന് അറിയണ്ടേ നിങ്ങൾ എഴുതിയോ അല്ലെങ്കിൽ എഴുതിയില്ലയോ എന്നൊക്കെ? യെസ്. ആ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ആർക്കും തമ്മിൽ കാണാൻ പറ്റില്ല, മിസ്സിന് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പാവം അലൻ സാർ ഉണ്ട് മിസ്സിന്റെ കൂടെ സ്റ്റുഡിയോയില് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ മിസ്സും അലൻ സാറും മാത്രമേ നിങ്ങളെ കാണുള്ളൂ, വേറെ ആരും നിങ്ങളെ കാണാൻ പോകില്ല. അപ്പൊ പെട്ടെന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഫുൾ എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കണം. ഓക്കെ, യെസ്. സോ ദിയ സർ, ദിയ എവിടെ? ദിയനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ദിയ, സെക്കൻഡ് ലാസ്റ്റ് റോ, തേർഡ് വൺ. ദിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ദിയ, മിസ് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആ യെസ്. ദിയ എന്ത് പറ്റി? ക്യാമറ ഓൺ ചെയ്യാൻ ചെറിയൊരു ചമ്മലുണ്ടോ ദിയക്ക്? ഇല്ല. പിന്നെന്താ ക്യാമറ ഓഫ് ആക്കി ഒളിച്ചിരിക്കുന്ന അവിടെ? മിസ് ഒന്ന് കാണട്ടെ ദിയനെ, നോക്കട്ടെ. ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് ദിയ. ആ മിടുക്കി, ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ മിസ്സേ എനിക്ക് വയ്യ. ഓക്കെ, സോ ദിയ മിസ് അങ്ങനെ ഫൈനലി കണ്ടു. ദിയ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയോ? ദിയ അപ്പൊ തന്നെ ക്യാമറ ഓഫ് ചെയ്തു. അമ്പടി കള്ളി, ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ പിന്നെയും. ക്യാമറ ഓൺ ചെയ്. എഴുതുവാ, കുഴപ്പമില്ല, ഓൺ ചെയ്ത് എഴുതിക്കോ. ഇത് എല്ലാവരുടെ ക്യാമറ ഓൺ ചെയ്തിട്ട് എഴുതുന്നേ. സോ ദിയ വിചാരിക്കുന്നുണ്ടാവും ഓർഗാനിക് ആസിഡ്, ഇൻഓർഗാനിക് ആസിഡ്സ് വലിയ വലിയ പേരുകളൊക്കെ തന്നിട്ട് ഈ മിസ് എന്തായിരിക്കും പറയുന്നുണ്ടാവുന്നത്? ദിയ, ഓർഗാനിക് ആസിഡ്, ഇൻഓർഗാനിക് ആസിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ, ശരി കുട്ടാ. യെസ്, എഴുതിക്കോട്ടെ മോൻ. സോ നമുക്ക് 2 ടൈപ്പ് ആസിഡ്സ് ഉണ്ട്, ഓർഗാനിക് ആസിഡും ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡും ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണെന്നറിയോ നമ്മൾ ഇവരെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്? നമുക്ക് എവിടെ നിന്നാണോ ഇവരെ കിട്ടുന്നത്, നമുക്ക് ആസിഡ് കിട്ടുന്നത് ജീവനുള്ള ആൾക്കാരിൽ നിന്നാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കും ഓർഗാനിക് ആസിഡ്. ഓക്കെ, ഓർഗാനിക് ആസിഡ് നമുക്ക് എവിടുന്നാ കിട്ടുക? ജീവനുള്ള ആൾക്കാരിൽ നിന്ന്. ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആസിഡ്സിനെ നമ്മൾ ഓർഗാനിക് ആസിഡ് എന്ന് വിളിക്കും. സോ സർ, സെക്കൻഡ് ലാസ്റ്റ് റോ, ഫോർത്ത് വൺ. ആൻമോൾ, ഒരാൾ നമുക്ക് ജീവനുള്ള ആൾക്കാരിൽ നിന്നാണെങ്കിൽ മറ്റാൾ നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ചോക്ക്, കോമൺ സെൻസ്. ഓർഗാനിക് ആസിഡിനെ കിട്ടുന്നത് ജീവനുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന്. ഇൻഓർഗാനിക് ആസിഡ്സോ ജീവൻ ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന്. സിമ്പിൾ. ഓക്കെ, ജീവൻ ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന്. ഓക്കെ, യെസ്. ജീവൻ ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ റോക്സിൽ നിന്നും മിനറൽസിൽ നിന്നും നമുക്ക് അവരെ കിട്ടുന്നത്. ഓക്കെ, സോ ഓർഗാനിക് ആസിഡ്സ് ലിവിങ് സോഴ്സസിൽ നിന്നും, ഇൻഓർഗാനിക് ആസിഡ്സ് നമുക്ക് നോൺ ലിവിങ് സബ്സ്റ്റൻസസിൽ നിന്നും കിട്ടുക. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒരുമിച്ച് എഴുതിയാലോ? അപ്പൊ എന്നാ എഴുതിക്കോ. ഓർഗാനിക് ആസിഡ്സിന്റെ അടിയിലായിട്ട് എഴുതുക, മിസ്സിന്റെ കൂടെ ഒരുമിച്ച് എഴുതി പോകോട്ടോ. ഒബ്റ്റെയിൻഡ്. ഒബ്റ്റെയിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുക, ലഭിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒബ്റ്റെയിൻഡ് ഫ്രം ലിവിങ് സോഴ്സസ്. obtained from living sources like plants and
animals. Obtained from living sources like plants and animals. ഇനി inorganic acid അടിയിൽ എഴുതുക. obtained from non-living sources. ജീവനില്ലാത്ത ആൾക്കാരിൽ നിന്ന്. non-living sources like plants and plants alla ട്ടോ, like rocks and minerals. വലിയ വലിയ പാറകളിൽ നിന്നും മിനറൽസിൽ നിന്നും. റോക്സ് ആൻഡ് മിനറൽസ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാ. ഇത് ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓർഗാനിക് ആസിഡ്സ് നമുക്ക് ജീവനുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടും. ഇൻഓർഗാനിക് ആസിഡ് നമുക്ക് ജീവൻ ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് കിട്ടും. ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ? സർ സെക്കൻഡ് റോ തേർഡ് വൺ ആരാ? സിയാന കഴിഞ്ഞോടാ? എഴുതി കഴിഞ്ഞോ? ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? മഴ പെയ്യുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. മോൻ ഏതാ വായിക്കാൻ പറ്റാത്ത? മിസ് ഹെൽപ്പ് ചെയ്യാം. അയ്യടാ, അപ്പൊ മിസ് പറയുന്ന പോലെ എഴുതിക്കോ. ഓർഗാനിക് ആസിഡിന്റെ അടിയിലായിട്ട് എഴുതിക്കോ obtained from. obtain, OBTAINED, obtained from living sources, ജീവനുള്ള ആൾക്കാരിൽ നിന്ന്, like plants and animals. plants and animals. ഇനി ബാക്കി എഴുതി കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഒന്ന് പഠിക്കണേ. മിസ് ഇപ്പൊ ചോദിക്കാം. plants and animals. ഇൻഓർഗാനിക് ആസിഡിന്റെ അടിയിൽ എഴുതിക്കോ obtained from non-living sources like rocks and minerals. rocks and minerals. ഓക്കെ, കഴിഞ്ഞു. ഇനി എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? ഇനി മിസ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാ. മിസ് ഇത് എന്തുകൊണ്ടാന്ന് അറിയാം ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ കുറച്ച് ഓർഗാനിക് ആസിഡിന്റെ പേര് പഠിക്കാൻ പോവാ. ഇവരെ നമുക്ക് +2 വരെ വേണം. ഓക്കെ, +2 എത്തണ വരെ നമുക്ക് ഇവരെ വേണം. സോ ഇപ്പൊ പഠിച്ചിട്ട് നിങ്ങൾ മറക്കരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഓർഗാനിക് ആസിഡുകൾ. ഓക്കെ, സോ ഓർഗാനിക് ആസിഡ് എവിടുന്നാ നമുക്ക് കിട്ടുക പറഞ്ഞത്? എവിടുന്നാ നമുക്ക് കിട്ടുക സർ? സെക്കൻഡ് റോ സെക്കൻഡ് വൺ ആരാ? ആൻഡ്രിയ. ഓർഗാനിക് ആസിഡ്സ് നമുക്ക് എവിടുന്നൊക്കെയാ കിട്ടുക? പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെയാണ് ഓർഗാനിക് ആസിഡ്സ് ഉള്ളത്. മിടുക്കി. ഓക്കെ, സോ ആൻഡ്രിയയുടെ കിച്ചണില് വിനേഗർ ഉണ്ടോ? വിനേഗർ ഉണ്ട്. ഈ വിനേഗറിന് ആൻമറിയുടെ നാട്ടിൽ എന്തെന്നാ പറയാറ്? വിനേഗർ തന്നെയാണോ പറയാ? വിനാഗിരി. നമ്മള് വിനാഗിരി, സൊർക്ക എന്നൊക്കെ പറയും അല്ലേ? ഈ വിനാഗിരി സാലഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ? അല്ലേ? സാലഡിലൊക്കെ ഇട്ട് നോക്കിട്ടോ, ഉള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് മുളകൊക്കെ അരിഞ്ഞ് കുറച്ച് വിനാഗിരി ഒക്കെ ഇട്ടിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഈ വിനാഗിരിയുടെ ടേസ്റ്റ് എങ്ങനെയാ കൂട്ടാ? ഒരു സോർ ടേസ്റ്റ് ആണ് മിസ്. കറക്റ്റ് ആണ്. ഓക്കെ, സോ വിനേഗറിന് ഭയങ്കര പുളിയാണ്. കാരണം എന്താ? വിനേഗറിൽ ആസിഡ് ഉണ്ട്. ഓക്കെ, സോ അപ്പൊ എല്ലാവരും എഴുതിക്കോ. ഓർഗാനിക് ആസിഡിന്റെ എക്സാമ്പിൾസ് ആണ്. ആദ്യം വിനേഗർ. വിനേഗറിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേരാണ് അസെറ്റിക് ആസിഡ്. ഓക്കെ, വിനേഗറിന് എഴുതുക, ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോ അസെറ്റിക് ആസിഡ്. സോ വിനേഗറിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേര് അസെറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ കിച്ചണിലൊക്കെ കയറുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ അച്ഛനോ വിനേഗർ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, വിനേഗറിന് എന്താന്ന് പറയുക ഇത്രയും പുളി, അതിൽ അസെറ്റിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, യെസ്. അടുത്ത ആള് ഓറഞ്ച് ആൻഡ് ലെമൺ. നാരങ്ങയിലും ഓറഞ്ചിലൊക്കെ ഒരു ആസിഡ് ഉണ്ട്.
ആ ആസിഡിന്റെ പേരാണ്. ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആസിഡാ. ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദിൽ പറ. ആദിലിന് ഓൾറെഡി അറിയാലോ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലല്ലേ ആദിൽ? citric acid. Very good, Medican citric acid. So ഓറഞ്ചിലും ലെമണിലുള്ള ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ്. എഴുതിക്കോ. സർ അജ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അജ്വിൻ ടാമറിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? നമ്മുടെ പുളി. ഓക്കെ, പുളി. അജ്വിന് പുളി ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമാണോ അജ്വിൻ? കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. യെസ് മിസ്, ഓഫ് കോഴ്സ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ പുളിന്ന് പേര് വരാൻ തന്നെ കാരണം അതിന്റെ ടേസ്റ്റ് കൊണ്ട്. അത് ഭയങ്കര പുളിയാ അല്ലെ? അതെന്തുകൊണ്ടാന്ന് അറിയാം അജ്വിൻ? ടാമറിന്റെ ഉള്ളില് ഒരു ആസിഡ് ഉണ്ട്. ടാമറിന്റെ ഉള്ളിൽ ഏത് ആസിഡാന്ന് അറിയാമോ? മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. എന്നാൽ ടാമറിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേരാണ് ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, രണ്ടും ടാ വെച്ചിട്ടാ തുടങ്ങുന്നത്. ടാമറിൻഡ്, ടാർട്ടാറിക്. അപ്പൊ എഴുതിക്കോ അച്ഛൻ. ടാമറിൻഡിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേര് ടാർട്ടാറിക് ആസിഡ്. അടുത്തതാണ് ടൊമാറ്റോ, തക്കാളി. എനിക്കറിയാം അതിന് ഓൾറെഡി ആൻസർ അറിയാന്ന്. തക്കാളിനുള്ളിലും ഒരു ആസിഡ് ഉണ്ട്. തക്കാളിയുടെ ഉള്ളിലുള്ള ആസിഡിന്റെ പേരാണ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഓക്സാലിക് ആസിഡ്. തക്കാളിയുടെ ഉള്ളിലുള്ള ആസിഡിന്റെ പേര് ഓക്സാലിക് ആസിഡ്. അടുത്തത് യു ഹാവ് കേർഡ്. ഓക്കെ, കേർഡ്. എന്താ കേർഡ്? തൈര്. തൈരിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, തൈരിന്റെ ഉള്ളിലുള്ള ആസിഡിന്റെ പേര് ലാക്റ്റിക് ആസിഡ്. അടുത്തത് ആൻഡ് സ്റ്റിംഗ്. ഉറുമ്പൊക്കെ നമ്മളെ വന്ന് കടിക്കും അല്ലേ? ഉറുമ്പൊക്കെ കടിച്ച് ഭയങ്കര സുഖം അല്ലേ? ഉറുമ്പ് കടിച്ചാലും അല്ലെങ്കിൽ തേനീച്ചൊക്കെ വന്ന് കുത്തുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആസിഡ് അവർ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. വൈഗ ഇത് വല്ലതും അറിയുന്നുണ്ടോ? വൈഗ എത്ര പ്രാവശ്യം ഉറുമ്പ് കടിച്ചിട്ടുണ്ട് വൈകേനെ? സർ വൈകേനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സെക്കൻഡ് റോ ഫസ്റ്റ് വൺ. എത്ര പ്രാവശ്യം ഉറുമ്പ് കടിച്ചിട്ടുണ്ട് വൈഗ? കൊറേ പ്രാവശ്യം. ഈ ഓരോ ഉറുമ്പ് കടിയിലും കുറച്ച് ആസിഡ് വൈകയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അറിയുന്നുണ്ടോ ഇത്? ഇല്ല. എന്താ നോക്കിയേ. സോ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തേനീച്ചൊക്കെ കുത്തുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ആസിഡിന്റെ പേരാണ് ഫോർമിക് ആസിഡ്. ഓക്കെ, ഫോർമിക് ആസിഡ്. അപ്പൊ എഴുതിക്കോ, ഫോർമിക് ആസിഡ്. മ്യൂട്ട് ചെയ്തോട്ടോ കൂട്ടാ. ഇനി മിസ് എന്ത് ചെയ്യുന്നറിയോ? മിസ് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരും. എന്തിനാ 2 മിനിറ്റ് സമയം? ദേ ഈ കാണുന്ന ആൾക്കാരെ ഒന്ന് പഠിക്കാൻ. ഓക്കെ, വിനേഗറിലുള്ളത് അസറ്റിക് ആസിഡ്, ഓറഞ്ചിലുള്ളത് സിട്രിക് ആസിഡ്, ടാമറിൻഡിലുള്ളത് ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, സോ 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ പഠിച്ചേ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്വിസ് ചെയ്യാം. ഇനി പഠിച്ചു കഴിഞ്ഞവർ എന്ത് ചെയ്യും? പഠിച്ചു കഴിഞ്ഞവര് ഹാൻഡ് റൈസ് ചെയ്യും. അവിടെ റേസ് ഹാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ റേസ് ഹാൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ ആക്കിയ ലോവർ ഹാൻഡ് ആയി, ഇങ്ങനെ ആക്കിയ റേസ് ഹാൻഡ്. ഇങ്ങനെ നിങ്ങൾ ഫിസിക്കലി അല്ല കേട്ടോ, അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, റേസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്താൽ മതി. നോക്കട്ടെ എത്ര പേര് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ, എങ്ങനെയാ ഓരോ വാക്ക് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ മിസ്സിനോട് പറയണം കേട്ടോ. മിസ് പറഞ്ഞുതരാം എങ്ങനെയാ പറയണ്ടേന്നുള്ളത്. നിരഞ്ജനയുടെ പഠിച്ചു കഴിഞ്ഞു, ലുബേനയുടെ പഠിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിഞ്ഞവർ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തു കേട്ടോ. വിനേഗർ, അസറ്റിക് ആസിഡ്. ശ്രീരാഗിന്റെ കഴിഞ്ഞു, മാർവയുടെ കഴിഞ്ഞു. വെരി ഗുഡ്. നിതിൽ,
ഋത്തിക്കിന്റെ കഴിഞ്ഞു. ഓക്കെ, ജസ്ലിന്റെ കഴിഞ്ഞു. വെരി ഗുഡ്. നൈലയുടെ കഴിഞ്ഞു. വെരി ഗുഡ്. ആ, ഒരു മിനിറ്റും കൂടെ ഉണ്ട് ഇനിയേ. ഒരു മിനിറ്റും കൂടെ ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചേ പറ്റും. സിമ്പിൾ അല്ലേ? സിമ്പിളാ. കേർഡില് ലാക്റ്റിക് ആസിഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് പറയണോ കേട്ടോ. യെസ്. പഠിച്ചു കഴിഞ്ഞോ ദിയ, ദേവനന്ദന, ഐഷ, ഷബാസ്? പഠിച്ചു കഴിഞ്ഞോ ഷബാസ്? ഷബാസിനെ അൺമ്യൂട്ട് ചെയ്യാമോ? പഠിച്ചു കഴിഞ്ഞോ ഷബാസ്? അതാ സെക്കൻഡ് ലാസ്റ്റ് റോ, സെക്കൻഡ് ലാസ്റ്റ് വൺ, സെക്കൻഡ് ലാസ്റ്റ് റോയിലെ സെക്കൻഡ് ലാസ്റ്റ് ഷബാസ്. ആ യെസ് അതന്നെ സർ, സെക്കൻഡ് ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് രണ്ടാമത്തത്. ഇപ്പൊ ലാസ്റ്റ് ആയി സർ, മുകളില്, അതിന്റെ മുകളില്. ആ യെസ്. ഹായ് ഷബാസ് സർ. എന്റെ ഫോൺ ചോദിക്കാം. ഷബാസ് പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ ശരി, മിസ് വെയിറ്റ് ചെയ്യാം. എന്നാ പഠിച്ചോ. പഠിച്ചു കഴിഞ്ഞവര് ഹാൻഡ് റൈസ് ചെയ്യണേ. ഓക്കേ യെസ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വിസിലേക്ക് പോവാം. ഓക്കെ, ക്വിസ് ഇതാണ്. നമ്മളൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സിട്രിക്, ഫോർമിക്, ലാക്റ്റിക്, ഓക്സാലിക്, ടാർട്ടാറിക്. എന്നിട്ട് അതിന്റെ അടിയിൽ നോക്കിയേ, നിങ്ങൾക്ക് കുറച്ച് സെന്റൻസും തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഈ സെന്റൻസ്, ആ ബ്ലാങ്ക്സ് അങ്ങോട്ട് ഫിൽ ചെയ്യുക. ഒരെണ്ണം മിസ് ചെയ്ത് കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്യണം. ഓക്കെ, നോക്ക്. താര, താര സ്ക്വീസ്ഡ് എ ലെമൺ. താര എന്ന് പറയുന്ന കുട്ടി ഒരു നാരങ്ങ എടുത്തിട്ട് സ്ക്വീസ് ചെയ്തു. സ്ക്വീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു മൈ ടങ്സ് ബീൻ ഹിറ്റ് ബൈ എ ഡാഷ് ബോൾ. താര എന്ത് സ്റ്റോറി വേണമെങ്കിലും പറഞ്ഞോട്ടെ, താര എന്താ എടുത്തിരിക്കുന്നേ? ലെമൺ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ലെമണില് ഏത് ആസിഡ് ഉള്ളതെന്ന് എഴുതിയാൽ മതി. നമുക്കറിയാം ലെമണിലുള്ള ആസിഡിന്റെ പേരെന്താ? സിട്രിക് ആസിഡ് അല്ലേ? സിട്രിക് ആസിഡ്. സോ എന്താണോ സാധനം എടുത്തിരിക്കുന്നത് അതിൽ ഏത് ആസിഡ് ആണെന്ന് ഈ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഒന്ന് നിങ്ങൾ ചെയ്തേ. ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എഴുതണ്ട, നമ്പർ ഇട്ടിട്ട് ആ ആൻസർ മാത്രം എഴുതിയാൽ മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടുത്ത ക്വസ്റ്റ്യൻ രവി. രവിയിൽ ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിക്കുമ്പോൾ ഏത് ആസിഡ് ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് പോവാ? ആലോചിച്ചെഴുതുക. പിന്നെ തേർഡ് വൺ, തക്കാളി. This tomato is acting suspicious. ഈ തക്കാളിക്ക് എന്തോ ഒരു കള്ളത്തരണ്ട്. It must be hiding dash acid. So തക്കാളിയുടെ ഉള്ളിൽ ഏത് ആസിഡ് ആണെന്ന് എഴുതുക. ഓക്കെ, എഴുതിയോ?
സർ ഒരു കമന്റ് വന്നിട്ട് ഒന്ന് നോക്കാമോ? വെരി ഗുഡ് ഋത്തിക്. അത് ഋത്തികയാണല്ലേ? ഋത്തിക. യെസ്. അല്ല ഋത്തിക് തന്നെ, സോറി. കഴിഞ്ഞോ സർ? ഷബാസിനെ വിളിച്ചാലോ നമുക്ക്? ഷബാസ്. യെസ് ഷബാസ്, സെക്കൻഡ് വണ്ണിന്റെ ആൻസർ എന്താ? വെരി ഗുഡ്. സോ നമ്മുടെ രവിനെ ഉറുമ്പ് അടിച്ചു. സോ ഉറുമ്പ് അടിക്കുമ്പോ ഏത് ആസിഡ് ആയിരിക്കും നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവുക? അത് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത് നമ്മൾ ആരെ വിളിക്കണം സർ? നമ്മൾ വിളിക്കാത്ത ഒരാള്. ദേവനന്ദന. ദേവനന്ദന, ദേവനന്ദന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യെസ് കുട്ടാ, ദേവനന്ദന ഒരു തക്കാളി എടുത്തു എന്ന് വിചാരിക്കും. എന്നിട്ട് ആ തക്കാളി നോക്കിയിട്ട് പറയാ ദിസ് തക്കാളി is acting suspicious. സസ്പീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കള്ളത്തരുണ്ട് ഈ തക്കാളിക്ക്. ഇത് ഏതോ ഒരു ആസിഡിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ദേവനന്ദ, ഏതാണ് ഒളിച്ചിരിക്കുന്ന ആസിഡ്? മിടുക്കി, തക്കാളിയുടെ ഉള്ളിലുള്ളതാണ് ഓക്സാലിക് ആസിഡ്. ഇനി അടുത്താണ് സർ. മിന്ന. മിന്ന മിന്ന സൈനം. അടിപൊളി. സൈനബ് ആണോ? സൈനം. സൈനബ്. മിന്ന സൈനബ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കൂട്ടാ. സാർ ഒന്നും കൂടെ റിക്വസ്റ്റ് കൊടുക്കൂ. മിന്ന, ഇപ്പൊ ഒരു റിക്വസ്റ്റ് വരും, അത് ആക്സെപ്റ്റ് ചെയ്ത മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. മിന്ന, മിന്നക്ക് എന്താ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഐഷയാണ് വിളിച്ചാലോ നമുക്ക്? സെക്കൻഡ് ലാസ്റ്റ് റോയില് ലാസ്റ്റ് വൺ. യെസ് ഐഷ. ഐഷ എവിടെ? ഐഷ. യെസ് ഐഷ. ഐഷ, തൈരിലുള്ള ആസിഡിന്റെ പേരെന്താ കൂട്ടാ? വെരി ഗുഡ്. തൈരിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്. ഇനി അടുത്തത് സർ ആരെ വിളിക്കണം? ജസ്ലിൻ. ജസ്ലിൻ എപ്പോഴേ ഹാൻഡ് റൈസ് ചെയ്തിരിക്കും. മിസ്സേ ഞാൻ പഠിച്ചു കഴിഞ്ഞു, എന്നെ ഒന്ന് വിളിക്കാമോ? ജസ്ലിനെ. ക്യാമറ പക്ഷെ ഓഫ് ചെയ്തിട്ട് ഇരിക്കുന്നത്, അതൊന്ന് ഓണാക്കാമോ? എവിടെ കള്ളം? ഇവിടെ ഓണാക്കി അറിയാൻ പറ്റും, ഓണാക്കിയിട്ടേ ഇല്ല. വേറെ ആരും കാണില്ല, മിസ്സല്ലേ കാണുള്ളൂ. ധൈര്യമായിട്ട് ഓണാക്കിക്കോ. ഇപ്പൊ ഓണായി. ഓക്കെ ജസ്ലിൻ പറ. ജസ്ലിൻ, ടാമറിൻഡ്, പുളി. പുളിയുടെ ഉള്ളിലിരിക്കുന്ന ആസിഡിന്റെ പേരെന്താ? ടാർട്ടാറിക്. മിടുക്കൻ, വെരി ഗുഡ്. സോ പുളിയുടെ ഉള്ളില് നമുക്ക് ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. യെസ് യെസ്, കറക്റ്റ് ആണ് സർ. ജസ്ലിന് തൊട്ടപ്പുറത്തിരിക്കുന്നത് ആരാ? റമീസ് ആണോ റാമിസ് ആണോ? മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ മിസ്സിന്. റമീസ് ഓർ റാമിസ്? ഇല്ല, അവിടെ ഇല്ലാന്ന് തോന്നുന്നു. മുഹമ്മദ് റാമിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മിസ്സിന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇല്ല സർ. മാർവേനെ ഒന്ന് വിളിക്കാമോ? മാർവ ഫസ്റ്റ് വൺ. മാർവ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മാർവ. യെസ്. സോ മാർവ, നമ്മൾ കുറച്ച് ഓർഗാനിക് ആസിഡ്സിന്റെ പേര് പഠിച്ചു അല്ലേ? അല്ലേ? സോ നമ്മള് തക്കാളിയിൽ ആസിഡ് ഉണ്ട്. തക്കാളി കഴിക്കുമ്പോഴും തൈര് കഴിക്കുമ്പോഴും ഓറഞ്ച്, ലെമൺ, പുളി ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഓർഗാനിക് ആസിഡ് ഉണ്ട്. ഇവരെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായ പൊള്ളുവോ അങ്ങനെ എന്തെങ്കിലും ആവുന്നുണ്ടോ? ഇല്ല. ഭയങ്കര സുഖമായിട്ട് നമുക്ക് അവരെ കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഈ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത് അവരെന്താണ്? അവര്
വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആ. വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അധികം ശക്തിയൊന്നുമില്ല. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളി പോവുക അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, സോ ഓർഗാനിക് ആസിഡിന്റെ അടിയിലായിട്ട് നിങ്ങൾ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തോ, അവര് വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. വീക്ക് ആയിട്ടുള്ള ആസിഡ്സ്, അധികം ശക്തിയൊന്നുമില്ല, നമ്മൾ പൊള്ളി പോവൊന്നുമില്ല. വീക്ക് ആസിഡ്സ് ആണ്. ഓക്കെ, ഇനി ഇൻഓർഗാനിക് ആസിഡ്സ്. ഇൻഓർഗാനിക് ആസിഡ്സ് എങ്ങനെയാണെന്നറിയോ? അവര് നിസ്സാരക്കാരല്ല, അവര് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അത് ഈ ഇൻഓർഗാനിക് ആസിഡിന്റെ ഒരു ഡ്രോപ്പ് ഒക്കെ നമ്മൾ കയ്യിൽ വീണാൽ മതി, നമ്മുടെ കൈ എന്താവും? പൊള്ളിപ്പോവും. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ഇൻഓർഗാനിക് ആസിഡ്സിന്റെ അടിയില് അവര് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. ഓക്കെ, ഇനി എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തൊക്കെ ലോവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടോ, ലോവർ ഹാൻഡ് ചെയ്തോളൂ. അവര് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. They are strong acids. Okay, എഴുതി കഴിഞ്ഞെങ്കിൽ എല്ലാവരും പെന്ന് നിലത്ത് വെച്ചോട്ടോ. You can put down your pen. ഇനി നോക്കിയേ, ഇൻഓർഗാനിക് ആസിഡ്സ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് മിനറൽസിൽ നിന്നാണ്. ഓക്കെ, സോ മിനറൽസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇൻഓർഗാനിക് ആസിഡിന് വേറെ ഒരു പേരുണ്ട്. They are also known as mineral acids. They are also known as mineral acids. So inorganic acids ന് വേറെ ഒരു പേരും കൂടെ ഉണ്ട്, അതിന്റെ പേരാണ് mineral acids. Okay, mineral acids. Inorganic acids എക്സാമ്പിൾസ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? മിസ് ക്വിക്ക് ആയിട്ടൊന്ന് റീക്യാപ്പ് ചെയ്ത് തരട്ടെ, എന്തൊക്കെയാ പഠിച്ചതെന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാ? സ്റ്റാർട്ട് ചെയ്തത് ആസിഡ്സിൽ നിന്നാ. ഓക്കെ, ആസിഡ്സിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. എന്താ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്? ആസിഡ്സ് എന്ന് പറയുമ്പോൾ they are the substances which have sour taste. പുള്ളിയുള്ള ടേസ്റ്റ് ആണെങ്കിൽ അതെന്താണ്? ആസിഡ് ആണ്. സോ വൈഗ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വൈഗ ആസിഡിന്റെ ഡെഫിനിഷൻ ഒന്ന് മിസ്സിന് പറഞ്ഞു തന്നേ. വാട്ട് ആർ ആസിഡ്സ് വൈഗ? എക്സാക്ട് സെന്റൻസ് ഒന്നും മിസ്സിന് വേണ്ട, വൈകിക്ക് എന്താണോ മനസ്സിലായ അത് പറഞ്ഞാൽ മതി. അല്ല പിന്നെ സോർ ടേസ്റ്റ് ഉള്ളതൊക്കെ ആസിഡ്സ് ആണ് മിസ്സേ. കറക്റ്റ് ആൻസർ ആട്ടോ വൈഗ. സാർ ഇനി അടുത്ത ആളെ വിളിച്ചോ, ഇഷ്ടമുള്ള. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാരും വിളിച്ചെന്ന് തോന്നുന്നു. അടുത്ത ആരെ വിളിക്കണം നമുക്ക്? ഷഹീന. ഷഹീന എവിടെ ആയിരുന്നു? നമ്മൾ ക്ലാസ് തീരാനായല്ലോ, ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. ഷഹീന അവിടെ ഉണ്ടോ? ഷഹീന ഇല്ല. ആ ഉണ്ട്, പക്ഷെ ആൾക്ക് ഒരു റിക്വസ്റ്റ് മിസ് അയച്ചിട്ട് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേ ഷഹീന. ശ്രീരാഗ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. ശ്രീരാഗെ, എത്ര ടൈപ്പ് ആസിഡ് ഉണ്ട് ശ്രീരാഗ്? 5. അത് ഓർഗാനിക് ആസിഡ്സിന്റെ എക്സാമ്പിൾസ് അല്ലേ? അതല്ല മിസ് ചോദിച്ചേ. ആസിഡിനെ മിസ് എത്ര ടൈപ്പ് ആയിട്ടാ ഡിവൈഡ് ചെയ്തേ? ടൈപ്സ് ഓഫ് ആസിഡ്സ് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് ഇത് മിടുക്കൻ. 2 types of acids are there. ഏതൊക്കെയാ അവര്? ഓർഗാനിക് ആസിഡും ഇൻഓർഗാനിക് ആസിഡും. മിടുക്കൻ. ഓർഗാനിക് ആസിഡും ഇൻഓർഗാനിക് ആസിഡും. സർ ശ്രീരാഗിന്റെ തൊട്ടടിയിലിരിക്കുന്ന ആളെന്ന് വിളിച്ച് മെഹറാസ് അല്ലേ? മെഹറാസ്, എന്താ ഓർഗാനിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ട് ആർ ഓർഗാനിക് ആസിഡ്സ്? ഓർഗാനിക് ആസിഡ്സിനെ നമുക്ക് എവിടുന്നാ കിട്ടുക? ഫുഡിൽ. ഫുഡ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഫുഡ് എന്നല്ല പറയുന്നുണ്ട്. ഓർഗാനിക് ആസിഡ്സിനെ ലിവിങ് സോഴ്സസ്, പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും നമുക്ക് കിട്ടുക. ഓക്കെ മെഹറാസ്? ഓക്കെ, യെസ്. ആൻഡ് ഇൻഓർഗാനിക് ആസിഡ് കിട്ടുന്നത് ജീവനില്ലാത്ത ആൾക്കാരിൽ നിന്ന്, റോക്സിൽ നിന്നും മിനറൽസിൽ നിന്നും നമുക്ക് കിട്ടുക. ഓക്കെ, ഓക്കെ അല്ലേ?
ഓക്കെ സർ, അടുത്ത ആൾ വിളിക്കാം. ആയിഷ. ആയിഷ, പിന്നെ നമ്മൾ പഠിച്ചത് ഓർഗാനിക് ആസിഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിരുന്നു അല്ലേ? ആയിഷ ഒന്ന് പറഞ്ഞേ, ഉറുമ്പൊക്കെ കടിക്കുമ്പോ ഏത് ആസിഡാണ് നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത്? ആയിഷ, ഉറുമ്പൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത് ഏത് ആസിഡ് ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് പോവുക? ഫോർമിക് ആസിഡ് ആണ്. വെരി ഗുഡ് സർ. സെക്കൻഡ് വൺ ആരാ? ദേവ്ജിത്ത്. ദേവ്ജിത്തെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തടാ. അയ്യോ ദേവ്ജിത്ത് അല്ലല്ലോ, അത് ദേവജ് അല്ലേ? ദേവജ് മിസ് കറക്റ്റ് ആയിട്ടല്ലേ പറയുന്നേ? ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും കൂട്ടാ, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യോ? ചെറിയൊരു പ്രാവശ്യം കൂടെ ഒന്ന് റിക്വസ്റ്റ് അയക്കാമോ ദേവജിന്? ആ ദേവജ്, ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ദേവജിന്? ആ യെസ്. ദേവജ്, ഈ തക്കാളിയിലൊക്കെ ഏത് ആസിഡാ ഉള്ളത്? ഒരു ഓ വെച്ച് തുടങ്ങുന്ന ഒരു ആസിഡ്. ഓക്സിക് അല്ല, ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഓക്സാലിക് ആസിഡ് നമ്മൾ പറയാം. അങ്ങനെ കുറച്ച് ആസിഡ്സിന്റെ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു. വെരി ഗുഡ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുക. ആരോടാ ചോദിക്കേണ്ടത് സർ? ദിയനോട് ചോദിക്കും. ദിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ദിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ദിയ. യെസ് ദിയ, which acid is known as mineral acid? മിനറൽ ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ഏത് ആസിഡാ? ഓർഗാനിക് ആസിഡ് ആണോ ഇൻഓർഗാനിക് ആസിഡ് ആണോ? ഓർഗാനിക് ഏതാ? ഏതായിരുന്നു? ഓർഗാനിക് ആസിഡ് ആണോ? തെറ്റിച്ചു. ഇൻഓർഗാനിക് ആസിഡ് അല്ലേ? ഇൻഓർഗാനിക് ആസിഡിനെയാണ് നമ്മൾ മിനറൽ ആസിഡ് എന്ന് പറയാ. കാരണം എന്താ? ഇൻഓർഗാനിക് ആസിഡ് നമുക്ക് കിട്ടുന്നത് മിനറൽസിൽ നിന്നാ. ഓക്കെ, മിനറൽസിൽ നിന്ന് കിട്ടുന്ന ആസിഡ് ആയതുകൊണ്ട് ദേ ആർ ഓൾസോ നോൺ ആസ് മിനറൽ ആസിഡ്സ്. ഇനി തെറ്റിക്കരുത്. ഓക്കെ, യെസ്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എനി ക്വസ്റ്റ്യൻസ്, എനി ഡൗട്ട്സ്? ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ലുബിനയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ലുബിന ആൻസർ പറയാനാന്ന് തോന്നുന്നു. ഡൗട്ട് ആണോ ലുബിന? അല്ല. ഡൗട്ട് ഉള്ളവരെ ഹാൻഡ് റൈസ് ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ആസിഡ്, ടൈപ്സ് ഓഫ് ആസിഡ്സ്, ഓർഗാനിക് ആസിഡിന്റെ കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, ഓൾറൈറ്റ്, യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. ഫുഡ് കഴിക്കുക, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. നാളെ ഫുൾ എനർജിയിൽ സ്കൂളിൽ പോവാ. ഓക്കെ, ഓൾറൈറ്റ്, ടാറ്റാ.